സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുവാനായി 7907207428 എന്ന വാട്സപ്പ് നമ്പർ ബന്ധപ്പെടുക. മലയാളി IAS പോർട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊളിറ്റി അധ്യായം 1 ഭാഗം 3 ഭരണഘടനയുടെ ചട്ടക്കൂട്. സൈമൺ കമ്മീഷൻ 1927. നിസ്സഹകരണ പ്രസ്ഥാനം മൂലമുണ്ടായ മുന്നേറ്റത്തോടൊപ്പം കൂടുതൽ പരിഷ്കാരങ്ങൾക്കായുള്ള നിരന്തരമായ ആവശ്യം ബ്രിട്ടീഷ് സർക്കാരിനെ 1927 ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കാൻ നിർബന്ധിതരാക്കി. 1919 നിയമത്തിൽ തന്നെ ഈ നിയമത്തിന്റെ പുരോഗതി വിലയിരുത്താൻ നിയമപരമായ ബോഡി ഉണ്ടാക്കുമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ലക്ഷ്യം സ്വയംഭരണാധികാരം ആണെന്ന് അവർ പറഞ്ഞു. സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 1930 റിപ്പോർട്ട് സമർപ്പിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും പ്രതിനിധികളും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും അടങ്ങുന്ന ഒരു വട്ടമേശ സമ്മേളനത്തിലാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഏകീകരിക്കുന്ന പദ്ധതി അഥവാ ഒരു ഫെഡറൽ സ്കീം ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. 1919 നിയമത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. എന്നാൽ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. അതിനാൽ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷൻ ബഹിഷ്കരിച്ചു. സാമുദായിക പ്രാതിനിധ്യം തുടരുക, ഇരട്ട ഭരണം നിർത്തലാക്കൽ, പ്രവിശ്യകളിൽ ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ രൂപീകരണം, ബ്രിട്ടീഷ് ഇന്ത്യയുടെയും നാട്ടുരാജ്യങ്ങളുടെയും സമന്വയത്തിലൂടെ ഇന്ത്യൻ ഫെഡറേഷൻ സൃഷ്ടിക്കൽ എന്നിവയായിരുന്നു ശുപാർശകൾ. ബ്രിട്ടീഷ് ഇന്ത്യ, നാട്ടുരാജ്യങ്ങൾ, ബ്രിട്ടീഷ് സർക്കാർ എന്നിവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ബ്രിട്ടീഷ് സർക്കാർ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി. ഇതിനെക്കുറിച്ചുള്ള ഒരു ധവളപത്രം ബ്രിട്ടീഷ് പാർലമെന്റിന് സമർപ്പിക്കുകയും നിർദ്ദേശങ്ങൾ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സാമുദായിക വിധി 1932. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേക വോട്ടർ പട്ടിക രൂപീകരിച്ചു. ഗാന്ധി ഇതിനെ എതിർത്തു. മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഒടുവിൽ BR അംബേദ്കറും ഗാന്ധിജിയും പൂനെ കരാറിൽ ഒപ്പുവെച്ചു. ഇതിലൂടെ പ്രത്യേക വോട്ടർ പട്ടിക നീക്കം ചെയ്യുകയും ദളിതർക്ക് സംവരണം നൽകുകയും ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1935. 1935 നിയമം മുസ്ലിങ്ങൾക്ക് പുറമെ സിഖുകാർക്കും യൂറോപ്യന്മാർക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും ആംഗ്ലോ ഇന്ത്യക്കാർക്കും പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും ദേശീയ ഐക്യം കെട്ടിപ്പടുക്കുന്നതിന് ഗുരുതരമായ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വിഭജിച്ചു നൽകിയാലും ഇതിന്റെ തിക്തഫലങ്ങൾ മറികടക്കാൻ കഴിയില്ലെന്ന് ഭരണഘടനയുടെ നിർമ്മാതാക്കൾ നിരീക്ഷിച്ചു. മുമ്പത്തെ എല്ലാ ഇന്ത്യൻ ഗവൺമെന്റ് നിയമങ്ങൾക്കും കീഴിൽ ഇന്ത്യയെ ഏകീകൃതമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ 1935 നിയമം പ്രവിശ്യകളെയും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെയും യൂണിറ്റുകളായി കണക്കാക്കുന്ന ഒരു ഫെഡറേഷൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഫെഡറേഷനിൽ ചേരുന്നത് നിർബന്ധമല്ലായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരിക്കലും സമ്മതം നൽകാത്തതിനാൽ 1935 നിയമം അനുശാസിക്കുന്ന ഫെഡറേഷൻ ഒരിക്കലും നിലവിൽ വന്നില്ല. ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഭാഗം ഒരിക്കലും പ്രാബല്യത്തിൽ വന്നില്ലെങ്കിലും പ്രവിശ്യ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ഭാഗം 1937 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ നിയമം പ്രവിശ്യ കേന്ദ്ര നിയമസഭകൾക്കിടയിലും അതിൻ്റെ നിർവചിക്കപ്പെട്ട മേഖലയിലും നിയമനിർമ്മാണ അധികാരങ്ങൾ വിഭജിച്ചു. പ്രവിശ്യകൾ ഇതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിരുന്നില്ല, മറിച്ച് സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഫെഡറേഷൻ പദ്ധതിയുമായി സഹകരിക്കാത്തതിനാൽ ഒരു പരിധിവരെ പ്രവിശ്യ ഗവൺമെന്റിനെ അപേക്ഷിച്ച് ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ സ്ഥാനം ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഒരു പ്രവിശ്യയുടെ എക്സിക്യൂട്ടീവ് അധികാരം കിരീടാവകാശിക്ക് വേണ്ടി ഗവർണർ ഉപയോഗിച്ചു. ഗവർണർക്ക് പഴയ അധികാരങ്ങളില്ല. ഗവർണർ നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചെങ്കിലും 1935 നിയമം പ്രത്യേക വിഷയങ്ങളിൽ പ്രവിശ്യകളുടെ മേലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം നിലനിർത്തി. ഗവർണറുടെ വിവേചനാധികാരത്തിലൂടെയും വ്യക്തിഗത വിധിന്യായത്തിലൂടെയും ഇത് സാധ്യമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഗവർണർ മന്ത്രിമാരുടെ ഉപദേശം കൂടാതെ ഗവർണർ ജനറലിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങളിലും പ്രവർത്തിച്ചു. കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണർ ജനറലിന് ബ്രിട്ടീഷ് കിരീടത്തിന്റെ പ്രതിനിധി എന്നോണം നൽകി. അതിന്റെ പ്രവർത്തനങ്ങൾ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. പ്രതിരോധം, വിദേശകാര്യങ്ങൾ, സഭാകാര്യങ്ങൾ, ഗോത്രമേഖലകൾ എന്നിവയുടെ ഭരണം ഗവർണർ ജനറലിന്റെ വിവേചനാധികാരത്തിൽ നിയമിച്ച കൗൺസിലന്മാരുടെ സഹായത്തോടെ നടത്തേണ്ടിയിരുന്നു. ഇവർക്ക് നിയമസഭയോട് ഉത്തരവാദിത്തമില്ല. മേൽപ്പറഞ്ഞ സംവരണ വിഷയങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ ഗവർണർ ജനറൽ നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കണം. ഈ രണ്ടാമത്തെ മേഖലയിലെ വിഷയങ്ങളിൽ ഗവർണർ ജനറലിന്റെ പ്രത്യേക ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിമാരുടെ ഉപദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചേക്കാം.
പ്രത്യേക ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ജനറൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങളിലും പ്രവർത്തിക്കണം. പക്ഷേ വാസ്തവത്തിൽ 1935 നിയമപ്രകാരം നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള കൗൺസിലർമാരോ മന്ത്രിസഭയോ നിയമിക്കപ്പെട്ടിട്ടില്ല. 1919 നിയമം അനുശാസിക്കുന്ന പഴയ എക്സിക്യൂട്ടീവ് കൗൺസിൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം വരെ ഗവർണർ ജനറലിനെ ഉപദേശിക്കുന്നത് തുടർന്നു. ഫെഡറൽ സഭയും നാട്ടുരാജ്യങ്ങളും കൗൺസിലും അടങ്ങുന്ന കേന്ദ്ര നിയമസഭ ദ്വിമാനമായിരുന്നു. 6 പ്രവിശ്യകളിലും ഒരു നിയമസഭയും ഒരു നിയമസമിതിയും ഉൾപ്പെടുന്ന നിയമസഭ ദ്വിമാനമായിരുന്നു. ബാക്കി പ്രവിശ്യകളിൽ നിയമസഭ ഏകീകൃതമായിരുന്നു. കേന്ദ്ര പ്രവിശ്യ നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ വിവിധ പരിമിതികൾക്ക് വിധേയമായിരുന്നു. മാത്രമല്ല, പരമാധികാര നിയമസഭയുടെ സവിശേഷതകൾ ഇവയിലുണ്ടെന്ന് പറയാനാവില്ല. അതിനാൽ കേന്ദ്ര നിയമസഭ ഇനി പറയുന്ന പരിമിതികൾക്ക് വിധേയമായിരുന്നു. ഗവർണർ ജനറലിന്റെ വീറ്റോയ്ക്ക് പുറമെ കേന്ദ്ര നിയമസഭ പാസാക്കിയ ബിൽ കിരീടാവകാശിയുടെ വീറ്റോയ്ക്ക് വിധേയമായിരുന്നു. തന്റെ പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെ ബാധിക്കുമെന്ന് ഗവർണർ ജനറലിന് തോന്നിയാൽ നിയമസഭയിലെ ചർച്ച തടയുകയും ഏതെങ്കിലും ബില്ലുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കുകയും ചെയ്യാം. നിയമസഭയുടെ ഇടവേളയിൽ ഓർഡിനൻസുകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിനു പുറമെ ഗവർണർ ജനറലിന് നിയമനിർമ്മാണത്തിനുള്ള സ്വതന്ത്ര അധികാരങ്ങളുണ്ടായിരുന്നു. നിയമസഭയുടെ അധികാരങ്ങൾക്ക് തുല്യമായിരുന്നു ഇവ. അതിനാൽ തന്റെ പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായി ഏതു സമയത്തും താൽക്കാലിക ഓർഡിനൻസുകളും സ്ഥിരമായ നിയമങ്ങളും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ ജനറലിന്റെ മുൻ അനുമതിയില്ലാത്ത ഒരു ബില്ലോ ഭേദഗതിയോ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ കഴിയില്ല. ഉദാഹരണം, ബില്ലോ ഭേദഗതിയോ റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമത്തെ അപലപിക്കാനോ സാധിക്കില്ല. ഗവർണർ ജനറലിന്റെയോ ഗവർണറുടെയോ നിയമം അല്ലെങ്കിൽ ഗവർണർ ജനറൽ തന്റെ വിവേചനാധികാരത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളും അവതരിപ്പിക്കാൻ സാധിക്കില്ല. പ്രവിശ്യ നിയമസഭയിൽ സമാനമായ ചലനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഹൈക്കോടതിയുടെ അധികാരത്തിൽ നിന്ന് ഒരു വിഷയം മാറ്റുന്നതോ സ്ഥിരമായി ഏതെങ്കിലും വ്യവസ്ഥ ഒഴിവാക്കുന്നതോ ആയി ബന്ധപ്പെട്ട ബില്ലുകൾ ഗവർണർ ജനറലിനോ ഗവർണർക്കോ ഹാജരാക്കുമ്പോൾ ഈ നിയമത്തിനു കീഴിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കിരീടത്തിൻ്റെയോ ഗവർണർ ജനറലിൻ്റെയോ പരിഗണനയ്ക്കായി നീക്കിവച്ചിരിക്കണം. കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ വിതരണം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഫെഡറേഷനിൽ അംഗമായില്ലെങ്കിലും 1935 ഇന്ത്യൻ ഗവൺമെന്റ് ആക്ടിന്റെ ഫെഡറൽ വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാരിനും പ്രവിശ്യകൾക്കുമിടയിൽ ബാധകമായിരുന്നു. കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനം പ്രത്യേക താൽപ്പര്യമുള്ളതാണ്. ഭരണഘടനയിൽ യൂണിയനും നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള വിഭജനത്തിന്റെ അതേ രീതിയിൽ തന്നെ ഇതും തുടർന്നു. 1919 ഇന്ത്യൻ ഗവൺമെന്റ് നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി അധികാരം പ്രയോഗിക്കുക മാത്രമായിരുന്നില്ല ഇപ്പോൾ പ്രവിശ്യ സർക്കാർ ചെയ്തത്. 1935 ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് കേന്ദ്ര പ്രവിശ്യ നിയമസഭകൾക്കിടയിൽ നിയമനിർമ്മാണ അധികാരങ്ങൾ വ്യക്തമായി വിഭജിച്ചു. ഒരു നിയമസഭയ്ക്ക് മറ്റൊന്നിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ ലംഘിക്കാൻ കഴിയില്ല. നിയമത്തിൽ 3 മടങ്ങ് വിഭജനം നടത്തി. ഫെഡറൽ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിനുള്ള പ്രത്യേക അധികാരങ്ങളുള്ള ഒരു ഫെഡറൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പട്ടികയിൽ വിദേശകാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഉദാഹരണം, കറൻസിയും നാണയവും, നാവിക സൈനിക വ്യോമസേനകൾ, കനേഷുമാരി തുടങ്ങിയവ. പ്രവിശ്യ നിയമസഭയ്ക്ക് പ്രത്യേക അധികാര പരിധി ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒരു പ്രവിശ്യ പട്ടിക ഉണ്ടായിരുന്നു. ഉദാഹരണം, പോലീസ്, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ്, വിദ്യാഭ്യാസം തുടങ്ങിയവ. ഫെഡറൽ പ്രവിശ്യ നിയമസഭകൾക്ക് ഒരേപോലെ ഇടപെടൽ നടത്തേണ്ട കാര്യങ്ങളുടെ ഒരു കൺകറന്റ് പട്ടിക ഉണ്ടായിരുന്നു. ഉദാഹരണം, ക്രിമിനൽ നിയമവും നടപടിക്രമവും, സിവിൽ നടപടിക്രമം, വിവാഹം, വിവാഹമോചനം, ആർബിട്രേഷൻ തുടങ്ങിയവ. ഗവർണർ ജനറൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയാൽ പ്രവിശ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ ഫെഡറൽ നിയമസഭയ്ക്ക് അധികാരമുണ്ടായിരുന്നു. 2 അതിലധികമോ പ്രവിശ്യകളിലെ നിയമസഭകൾ അവരുടെ പൊതു താൽപ്പര്യപ്രകാരം ആവശ്യപ്പെട്ടാൽ ഫെഡറൽ നിയമസഭയ്ക്ക് ഒരു പ്രവിശ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താം. ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത വിഷയങ്ങളുടെ നിയമനിർമ്മാണ അധികാരം അനുവദിച്ചത് പ്രത്യേകമായിട്ടായിരുന്നു. ഇത് കേന്ദ്രത്തിലോ പ്രവിശ്യ നിയമസഭയിലോ നിക്ഷിപ്തമായിരുന്നില്ല. എന്നാൽ നിയമസഭാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതൊരു കാര്യത്തിലും ഒരു നിയമം നടപ്പിലാക്കാൻ ഫെഡറൽ അല്ലെങ്കിൽ പ്രവിശ്യ നിയമസഭയെ അധികാരപ്പെടുത്തുവാൻ ഗവർണർ ജനറലിന് അധികാരമുണ്ടായിരുന്നു. 1929 സൈമൺ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത സ്വയം ഭരണതലം 1935 ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് നൽകിയിരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947 അവതരിപ്പിച്ച മാറ്റങ്ങൾ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് അനുസൃതമായി ഭാവി ഭരണഘടന രൂപീകരിക്കുന്നതുവരെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്വയം ഭരണത്തിന് ഇടക്കാല ഭരണഘടന നൽകുന്നതിനായി 1935 ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് ഭേദഗതി ചെയ്തു. അത്തരം ഭേദഗതികളുടെ പ്രധാന ഫലങ്ങൾ ഇനി പറയുന്നവയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരമാധികാരവും ഉത്തരവാദിത്വവും നിർത്തലാക്കൽ. 1858 ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും രാജ്ഞിയിലേക്ക് മാറ്റി. ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ നേരിട്ടുള്ള രക്ഷാധികാരിയായി തീർന്നു. ഇന്ത്യൻ കാര്യങ്ങളുടെ ഭരണനിർവഹണത്തിനായി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സ്റ്റേറ്റ് സെക്രട്ടറി പാർലമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ക്രമേണ ഇളവ് വരുത്തിയെങ്കിലും ഗവർണർ ജനറലും പ്രവിശ്യ ഗവർണർമാരും വഴി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം വരെ ഇത് തുടർന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഈ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തി. 1947 ഓഗസ്റ്റ് 15 അഥവാ ഒരു നിശ്ചിത ദിവസം മുതൽ ഇന്ത്യ ഒരു ആശ്രിതത്വമായി നിലകൊള്ളുന്നതും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ മേധാവിത്വവും ഗോത്രമേഖലയുമായുള്ള ഉടമ്പടി ബന്ധവും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണം സംബന്ധിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും പാർലമെന്റിന്റെയും ഉത്തരവാദിത്തം അവസാനിച്ചതോടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് നിർത്തലാക്കി. 1935 നിയമത്തിനു കീഴിൽ ഫെഡറൽ സംവിധാനം വന്നതിനാൽ കിരീടം കൂടുതൽ പ്രാധാന്യം നേടി. പ്രവിശ്യകൾ ഉൾപ്പെടെയുള്ള ഫെഡറേഷന്റെ എല്ലാ യൂണിറ്റുകളും കിരീടത്തിൽ നിന്നും നേരിട്ട് അധികാരം അനുഭവിച്ചു. ഗവർണർ ജനറലും പ്രവിശ്യ ഗവർണറും ഭരണഘടനാ മേധാവികളായി. മറ്റ് സ്വയംഭരണ കാര്യങ്ങളിലെന്ന പോലെ രണ്ട് പുതിയ സ്വയംഭരണങ്ങളുടെയും ഭരണഘടനാ തലവന്മാരായി 2 ഗവർണർ ജനറലുകളുണ്ടായി. വാസ്തവത്തിൽ സ്വയം ഭരണത്തിലേക്ക് പോകുമ്പോൾ ഇത് അത്യാവശ്യമായിരുന്നു. സ്വാതന്ത്ര്യ നിയമത്തിനനുസൃതമായി 1919 നിയമപ്രകാരം രൂപീകരിച്ച എക്സിക്യൂട്ടീവ് കൗൺസിലോ 1935 ആക്ട് വിഭാവനം ചെയ്ത കൗൺസിലർമാരോ ഉണ്ടായിരുന്നില്ല. സ്വയംഭരണ നിയമസഭയോ പ്രവിശ്യ നിയമസഭയോ രൂപീകരിക്കുന്ന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ടത് ഗവർണർ ജനറലോ പ്രവിശ്യ ഗവർണറോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിവേചനാധികാരത്തിൽ പ്രവർത്തിക്കുക, വ്യക്തിഗത വിധി എന്നീ വാക്കുകൾ 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ ഭരണഘടനാ തലവന്മാർക്ക് മന്ത്രിമാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഗവർണർ ജനറലിന്റെ ഏജന്റുമാരെ നിയമത്തിൽ നിന്നും ഇല്ലാതാക്കിയതിനാൽ ചില പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിട്ട് നിർവഹിക്കേണ്ടതായി വന്നു. നിയമങ്ങൾ, പ്രഖ്യാപനങ്ങൾ, ഓർഡിനൻസുകൾ എന്നിവ പാസാക്കുന്നതിലൂടെയും സർട്ടിഫിക്കേഷന്റെ അധികാരത്തിലൂടെയും നിയമസഭയ്ക്ക് അതീതമായി ഗവർണർ ജനറലിനും ഗവർണർമാർക്കും ഉണ്ടായിരുന്ന അസാധാരണമായ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. പ്രവിശ്യ ഭരണഘടന താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഗവർണറുടെ അധികാരം എടുത്തുകളഞ്ഞു. കിരീടാവകാശിക്ക് വീറ്റോ ചെയ്യാനുള്ള അവകാശവും നഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ ഗവർണർ ജനറലിന് ബ്രിട്ടീഷ് കിരീടത്തിന്റെ പ്രീതിക്കായി ഒന്നും ചെയ്യേണ്ടിയുണ്ടായിരുന്നില്ല. നിയമനിർമ്മാണ സഭയും നാട്ടുരാജ്യങ്ങളുടെ സമിതിയും ചേർന്ന കേന്ദ്ര നിയമസഭ 1947 ഓഗസ്റ്റ് 14 അവസാനിച്ചു. നിശ്ചിത ദിവസം മുതൽ 2 സ്വയംഭരണങ്ങളുടെയും ഭരണഘടനാ അസംബ്ലികൾ പുതിയ ഭരണഘടനകൾ രൂപീകരിക്കുന്നതുവരെ ഭരണഘടനാ അസംബ്ലി കേന്ദ്ര നിയമസഭയായും പ്രവർത്തിച്ചിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയംഭരണത്തിന്റെ ഭരണഘടനാ അസംബ്ലിക്ക് ഭരണഘടനാ നിർമ്മാണം, നിയമനിർമ്മാണം എന്നിങ്ങനെ 2 പ്രധാന ചുമതലകൾ ഉണ്ടായിരുന്നു. ഇതോടെ സ്വയംഭരണ നിയമസഭയുടെ പരമാധികാരം പൂർത്തിയായി. ഇനി മുതൽ നിയമനിർമ്മാണം നടത്തേണ്ട ഒരു കാര്യത്തിലും ഗവർണർ ജനറലിന്റെ അനുമതി ആവശ്യമില്ല. ഏതെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ നിയമത്തിന്റെ ലംഘനം കാരണം പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി, വൈസ്രോയ് എന്നീ സ്ഥാനങ്ങൾ നിർത്തലാക്കി. ബ്രിട്ടീഷ് ചക്രവർത്തി ഇനി ഇന്ത്യയുടെ ചക്രവർത്തിയല്ല. ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യയെ വിഭജിക്കാനുള്ള വ്യവസ്ഥയുണ്ടായി. ഇന്ത്യയോട് ചേരാനോ സ്വതന്ത്രമായി തുടരാനോ നാട്ടുരാജ്യങ്ങൾക്ക് സാധിക്കും. ഇന്ത്യൻ ജനതയുടെ ആധിപത്യത്തിനായി ഭരണഘടന രൂപപ്പെടുത്തുന്നതിനുള്ള ഭരണഘടനാ സമ്മേളനങ്ങൾ ആരംഭിച്ചു. പുതിയ ഭരണഘടന തയ്യാറാക്കുന്നതുവരെ 1935 ഇന്ത്യൻ ഗവൺമെൻറ് നിയമം ചെറിയ മാറ്റങ്ങളോടെ നടപ്പിലാക്കും. കേന്ദ്ര പ്രവിശ്യകളുടെ ഗവർണർ ജനറൽ നാമമാത്ര തലവന്മാർ മാത്രമാണ്. ഇവർ മന്ത്രിമാരുടെ സഹായത്തിനും ഉപദേശത്തിനും അനുസൃതമായി പ്രവർത്തിക്കും. ഭരണഘടനാ അസംബ്ലിക്ക് ഏതെങ്കിലും നിയമം നടപ്പിലാക്കാനും റദ്ദാക്കാനും ഭേദഗതി വരുത്തുവാനും കഴിയും. അങ്ങനെ അതിനെ നിയമനിർമ്മാണ സഭയുമാക്കി. ഇത് നിയമസഭയായി പ്രവർത്തിച്ചപ്പോൾ 1949 വരെ GV മാൽവങ്കർ ആയിരുന്നു അധ്യക്ഷൻ. ഞങ്ങളുടെ ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.